നമസ്കാരം. നമ്മൾ ന്യൂമറോളജിയിൽ ന്യൂമറോസ്കോപ്പിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള 3 റോകളെക്കുറിച്ച് സംസാരിച്ചു, 3 പ്ലെയിനുകളെക്കുറിച്ച് സംസാരിച്ചു. ഇനി വെർട്ടിക്കലായിട്ടുള്ള 3 പ്ലെയിനുകളുണ്ട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതിൽ ആദ്യത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് വിഷൻ പ്ലെയിനാണ്. വിഷൻ പ്ലെയിനുള്ള നമ്പറുകൾ 4, 3, 8. ഇതിനെക്കുറിച്ച് അറിയാത്തവർ ന്യൂമറോസ്കോപ്പിൻ്റെ വീഡിയോ ഒന്ന് പരിശോധിക്കുക. അതിൽ പ്ലെയിനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് ന്യൂമറോസ്കോപ്പ് രേഖപ്പെടുത്തുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വിഷൻ പ്ലെയിൻ, അതായത് ആദ്യത്തെ വെർട്ടിക്കൽ പ്ലെയിനായ 4, 3, 8 വരുന്നതാണ് വിഷൻ പ്ലെയിൻ എന്ന് പറയുന്നത്. മറ്റ് പ്ലെയിനുകളിലെ പോലെ തന്നെ 4, 3, 8 3 നമ്പറുകളും വരികയാണെങ്കിൽ അതൊരു 100% ആക്റ്റീവായ നമ്പർ ആയിരിക്കും, ആക്റ്റീവായ പ്ലെയിൻ ആയിരിക്കും വിഷൻ പ്ലെയിൻ. അതേസമയം ഏതെങ്കിലും 2 നമ്പറുകൾ മാത്രമേ വരുന്നുള്ളെങ്കിൽ, അതായത് 4, 3 അല്ലെങ്കിൽ 3, 8 അല്ലെങ്കിൽ 4, 8 മാത്രം വരുന്നുള്ളെങ്കിൽ അത് ഒരു 67% ആക്ടിവേഷൻ ആയിരിക്കും വിഷൻ പ്ലെയിൻ ഉള്ളത്. അതേസമയം ഏതെങ്കിലും ഒരു നമ്പർ മാത്രമാണ് വരുന്നതെങ്കിൽ ഒരു 33% വിഷൻ പ്ലെയിൻ ആക്റ്റീവ് ആണെന്ന് പറയാം. എന്താണ് വിഷൻ പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഈ വിഷൻ പ്ലെയിനിൽ ഈ 3 നമ്പറുകൾ ഉണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? വളരെ വിഷനറി ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ, അതായത് അവർക്ക് ദീർഘവീക്ഷണം കൂടുതലായിരിക്കും. അതായത് ചില ആളുകളുണ്ടല്ലോ, നമ്മളോട് പറയും ഒരു സ്ഥലത്തെ ഭൂമി വാങ്ങിച്ചോളൂ, അതിന് 10 വർഷം കഴിയുമ്പോൾ ഇത്ര വില കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഷെയർ പർച്ചേസ് ചെയ്തോളൂ, സ്റ്റോക്ക് പർച്ചേസ് ചെയ്തോളൂ, അതിന് 15 വർഷം കഴിയുമ്പോൾ ഇത്ര വിലയാകും. അങ്ങനെ ദീർഘവീക്ഷണമുള്ള ആളുകൾ, വളരെ കൃത്യമായിട്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളെയാണ് ഈ വിഷണറി പ്ലെയിനുള്ള ആളുകൾ എന്ന് പറയുന്നത്. 4, 3, 8 ഉള്ള ആളുകൾ. അവർക്ക് ഈ ബ്രെയിൻ റിലേറ്റഡ് വർക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ അഡ്വൈസ് എടുക്കുന്നത് ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ നല്ലതായിരിക്കും. അതാണ് ഈ 4, 3, 8 വരുന്നതിൻ്റെ പ്രത്യേകത. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹു ആണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസ് ആണ്. 3 എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ ആണ്, നോളജ് ആണ്. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റേൺ ആണ്, വെൽത്ത് ആണ്, ഡിസിപ്ലിൻ ആണ്. ലോങ് ടൈം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറ്റേണിനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ 4, 3, 8 വരികയാണെങ്കിൽ ഇവർക്ക് ഒരു എയർബോൺ ഡിസീസ്, അതായത് വായു സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് വായുവിലൂടെയുള്ള ഇൻഫെക്ഷൻസ് ആകാം, അല്ലെങ്കിൽ വായു മൂലമുള്ള പ്രശ്നങ്ങൾ, അതായത് വാദസംബന്ധമായ പ്രശ്നങ്ങളും ആകാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. പിന്നെ ഇവർ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാ ജോലികൾക്കും വളരെ എഫിഷ്യൻ്റ് ആയ ആളുകളാണ് ഈ വിഷൻ പ്ലെയിൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ ഇതിൽ 4 മാത്രം വന്നാൽ എങ്ങനെ, അല്ലെങ്കിൽ 3 മാത്രം വന്നാൽ എങ്ങനെ, അല്ലെങ്കിൽ 8 മാത്രം വന്നാൽ എങ്ങനെ, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ, അതായത് റോ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് 4 മാത്രം വന്നാൽ എങ്ങനെ, 3 മാത്രം വന്നാൽ എങ്ങനെ, 8 മാത്രം വന്നാൽ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അറിയേണ്ടവർ ആ വീഡിയോ കണ്ടാൽ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 2 നമ്പറുകൾ വരുന്ന കോമ്പിനേഷൻസ് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ഒരു 4, 3 കോമ്പിനേഷനാണ്. 4 രാഹു ആണ്, 3 ജൂപ്പിറ്റർ ആണ്. 4, 3 കോമ്പിനേഷൻ വരുന്നത് അത്ര നല്ലൊരു ഗുഡ് കോമ്പിനേഷനായിട്ട് പറയാറില്ല, രാഹു ജൂപ്പിറ്റർ ആയതുകൊണ്ട്. 4, 3 കോമ്പിനേഷൻ വരുമ്പോഴും പലപ്പോഴും നമ്മുടെ ഒരു ഫെയിമിന്, നമ്മുടെ ഒരു പ്രൈഡിന് പലപ്പോഴും എന്തെങ്കിലും ഒരു ആരോപണം ഏൽക്കാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡീഫെയിം ആവാനുള്ള സാധ്യത കൂടുതലുണ്ട് ഈ കോമ്പിനേഷൻ വരാൻ നേരത്ത്. അത് രാഹു ജൂപ്പിറ്റർ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഹൈലി ഇൻ്റലിജൻ്റ് ആയ ആളുകളായിരിക്കും ഇവർ, അതിൽ യാതൊരു സംശയമില്ല. രാഹുവിൻ്റെ ഒരു എന്താ പറയുക, ഔട്ട് ഓഫ് ദ ബോക്സ് ഐഡിയാസും ജൂപ്പിറ്ററിൻ്റെ നോളജും കൂടുമ്പോൾ ഇവരുടെ ഒരു നോളജ് എന്ന് പറയുന്നത്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിയുള്ള ആളുകളായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവർക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് കാര്യങ്ങൾ ഇവരുടെ കൺട്രോളിൽ നിൽക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, പക്ഷേ അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കില്ല. അതാണ് 4, 3ൻ്റെ പ്രത്യേകത. പിന്നെയുള്ള കോമ്പിനേഷൻ 3, 8 കോമ്പിനേഷനാണ്. 3, 8 കോമ്പിനേഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. കാര്യം ഈ 3, 8 കോമ്പിനേഷൻ വരുന്നവർക്ക് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യാൻ നന്നായിട്ട് കഴിയും. അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻ ഇവർക്ക് നന്നായിട്ട് പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവരുടെ സൈക്കിക് നമ്പറും ഡെസ്റ്റിനി നമ്പറും 3, 8 വന്നാലും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും ജൂപ്പിറ്റർ ആയതുകൊണ്ട്. പിന്നെ സാറ്റേണിൻ്റെ ഒരു മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൻ്റെ ഒരു കപ്പാസിറ്റിയും കൂടി ഉള്ളത് കാരണം കാര്യങ്ങൾ അറിയാൻ വളരെ താല്പര്യമുള്ള ആളുകളായിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും പറ്റും. പിന്നെയുള്ളൊരു കോമ്പിനേഷൻ 4, 8 കോമ്പിനേഷനാണ്. 4, 8 കോമ്പിനേഷൻ വളരെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. 4 മാത്രം വരുമ്പോൾ ഞാൻ പറഞ്ഞു, 4 ഈ മാനിപ്പുലേഷൻ ഇഷ്ടപ്പെടാത്ത ഒരു നമ്പറാണ്. അതേപോലെ തന്നെ 8 എന്ന് പറഞ്ഞാൽ സാറ്റേണിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ജസ്റ്റിസിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ അരോഗൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വളരെ ഹാർഷായിട്ട് സംസാരിക്കും. 8 എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് നേച്ചറാണ്, ഒരു ഗ്രേവ് നേച്ചറാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവായിരിക്കും. കാരണം ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറുന്നതുകൊണ്ട് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവുള്ള
ഒരു നമ്പറാണ്, ഒരു പാറ്റേൺ ആണ് 4, 8 എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റലിജൻ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ട്. 2 നമ്പറുകൾ വരുന്നുണ്ട് വിഷൻ പ്ലെയിനിൽ 2 നമ്പറുകൾ വരുന്നുണ്ട്. ഇൻ്റലിജൻസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവും അതിനുള്ള കപ്പാസിറ്റിയൊക്കെ ഇവർക്കും ഉണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ നന്നായിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് സക്സസിനൊരു ഡിലേ കാണും. കാര്യം അത് സാറ്റേണിൻ്റെ ഡിലേ ആണ്. 8 ഉള്ളത് കൊണ്ട് തന്നെ ഡിലേ ഉണ്ടാവും. പക്ഷേ സാറ്റേണിൻ്റെ ഒരു പ്രത്യേകത ഡിലേ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡിലേ ഉണ്ടാവില്ല. അതായത് ഫലം കിട്ടും, പക്ഷേ ഇന്നല്ല, എളുപ്പത്തിലല്ല, പെട്ടെന്നല്ല, അതിന് കുറച്ച് സമയമെടുക്കും. അപ്പം ഡിലേ ഉണ്ടാവില്ല, ഡിലേ ഉണ്ടാവും. ഇതാണൊരു പ്രത്യേകത. പിന്നെ ഇവരൊരു വേറൊരു കാര്യം, ഇവർ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ, അതായത് സാറ്റേണിൻ്റെ ഡിസിപ്ലിനും രാഹുവിൻ്റേതായിട്ടുള്ള ആ ഒരു ഐഡിയാസും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. സാധാരണഗതിയിൽ രാഹു സാറ്റേൺ വരാൻ നേരത്ത് അങ്ങനെയല്ല, ആളുകൾ തെറ്റായ രീതിയിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം സാറ്റേൺ അറിയാലോ, സാറ്റേൺ പല കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ രാഹു ആംപ്ലിഫൈ ചെയ്യും. പക്ഷേ സാറ്റേണിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് സൈഡല്ല, പോസിറ്റീവ് സൈഡാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് വെൽ ഡിസിപ്ലിൻ ആണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ, സിസ്റ്റമാറ്റിക് വർക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഹാർഡ് വർക്കാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ രാഹു അതിനെ ആംപ്ലിഫൈ ചെയ്യും. അപ്പം അത് ഒരു 180 ഡിഗ്രിയിൽ ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഈ കോമ്പിനേഷന് കഴിയും എന്നുള്ളതാണ് സത്യം. ഇത്രയുമാണ് വിഷൻ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് വിൽ പ്ലെയിൻ നോക്കാം. നന്ദി.